വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പ്രോഡക്ട്സും ഒരു കുടക്കീഴിൽ. VM സൂപ്പർ വാല്യൂ. ഏവർക്കും VM സൂപ്പർ വാല്യൂവിന്റെ ചെറിയ പെരുന്നാൾ ആശംസകൾ. ഇതുവരെയുള്ള വാർത്തകൾ ചുരുക്കത്തിലറിയാം. എല്ലാ പ്രേക്ഷകർക്കും സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഭവന പദ്ധതികൾ ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് പ്രാമുഖ്യം നൽകി ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ആദ്യ ബജറ്റ്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൗസിയ ഷഫീഖ് ബജറ്റ് അവതരണം നടത്തി. അവതരിപ്പിച്ചത് 75,87,86,475 രൂപ വരവും 72,27,71,800 രൂപ ചിലവും 3,31,14,675 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ്. ചേലക്കര ഗ്രാമപഞ്ചായത്തിന്റെ ആദ്യ ബജറ്റ് സമഗ്ര മേഖലയെയും സ്പർശിച്ചുകൊണ്ടാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ. പാർപ്പിടത്തിന് ഊന്നൽ നൽകുന്നതിനോടൊപ്പം വരുന്ന 5 വർഷം പല സ്വപ്ന പദ്ധതികളും നടപ്പിലാക്കുമെന്നും അദ്ദേഹം. അതിനായി CSR ഫണ്ട് ഉൾപ്പെടെ കണ്ടെത്തുമെന്നും ടി ഗോപാലകൃഷ്ണൻ. ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണനെയും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ നന്ദകുമാറിനെയും തിരുത്തി 3-ാം വാർഡ് മെമ്പർ എല്ലിശ്ശേരി വിശ്വനാഥൻ. കഴിഞ്ഞ ഭരണസമിതിയുടെ നേട്ടങ്ങൾ പറഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റിനെ തിരുത്തി. ബജറ്റ് അവതരണ ചർച്ചയുടെ രീതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത എല്ലിശ്ശേരി വിശ്വനാഥൻ. വിശപ്പുരഹിത ചേലക്കര പദ്ധതിയുമായി പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ CITU ചേലക്കര മേഖലാ കമ്മിറ്റി. ചേലക്കര ലയൺസ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പദ്ധതി ജൂൺ 1 മുതൽ നടപ്പിലാകും. ചേലക്കരയിൽ സൗജന്യ നേത്ര പരിശോധന തിമിര നിർണയ ക്യാമ്പ് മാർച്ച് 15 ഞായറാഴ്ച നടക്കും. ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് വാർഡ് 14 നാട്ടുകൂട്ടം സൗഹൃദവേദിയും തൃശൂർ ആര്യ ഐ കെയർ ആശുപത്രിയും സംയുക്തമായി. ചീപ്പാറ സൗഹൃദ നഗറിൽ നടക്കുന്ന ക്യാമ്പ് UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്യും. പാഞ്ഞാൾ പഞ്ചായത്ത് പട്ടികജാതി കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദീപ് കോന്നനാത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിലെ 1-ാം ക്ലാസ്സിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കാണ് മേശയും കസേരയും വിതരണം ചെയ്തത്. സൗഹൃദ ഇഫ്താർ സംഗമവുമായി ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ചേലക്കര ഏരിയ. സംഗമം നടന്നത് എളനാട് കൾച്ചറൽ സെന്ററിൽ. നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വടക്കാഞ്ചേരി എങ്കക്കാട് രാമസ്മാരക ലോവർ പ്രൈമറി സ്കൂളിൽ പഠനോത്സവത്തിന് സമാപനം. മുനിസിപ്പാലിറ്റി കൌൺസിലർ PK വിജയൻ ഉദ്ഘാടനം ചെയ്തു. പഠനോത്സവം ആരംഭിച്ചത് മാർച്ച് 2 മുതൽ. പൂമല ഇക്കോ ടൂറിസം വില്ലേജ് കുട്ടികളുടെ പാർക്കും കമ്മ്യൂണിറ്റി ഹാളും തുറന്നു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. സേവ്യർ ചിറ്റിലപ്പള്ളി MLA ശിലാഫലകം അനാച്ഛാദനം നിർവഹിച്ചു. ഷൊർണൂർ KVR ഹൈസ്കൂളിൽ അന്നം പുണ്യം ആദരം സംഘടിപ്പിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാഘോഷത്തിന്റെ ഭാഗമായി ദേശീയ അധ്യാപക പരിഷത്ത് സംസ്ഥാനത്തൊട്ടാകെ പാചക തൊഴിലാളികളായ വനിതകളെ ആദരിക്കുന്ന പരിപാടിയാണ് അന്നം പുണ്യം ആദരം. പാചക ജീവനക്കാരായ ഉഷ, സതി എന്നിവരെ ആദരിച്ചു. ഷൊർണൂർ നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ബഹളവും ഇറങ്ങിപ്പോക്കും. പ്രതിഷേധവുമായി BJPയും കോൺഗ്രസും രംഗത്ത്. കണയത്ത് പ്രവർത്തിക്കുന്ന ക്വാറി വിഷയത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം. നെല്ല് സംഭരണത്തിലെ ആവർത്തിച്ചുള്ള വീഴ്ച സർക്കാരിന്റെ കർഷകദ്രോഹത്തിന്റെ തെളിവെന്ന് KPCC വൈസ് പ്രസിഡന്റ് VT ബൽറാം. കൂറ്റനാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിഷേധ മാർച്ച് KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടുകൂടി സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിന് സമീപം വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽക്കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ. ഫോൺ 8078 000 222 62 384 22503.